ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നൊരു ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ചിക്കൻ കറീൻ്റെ റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാകുന്നൊരു നല്ലൊരു ചിക്കൻ കറിയാണ്. അപ്പം പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് വാക്സിൻ എടുക്കാൻ പോയതാണ്, സെക്കൻഡ് ഡോസ് ആയിരുന്നു. അപ്പം 20 മിനിറ്റ് മുമ്പേ എത്തണം എന്നുള്ളത് കൊണ്ട് തന്നെ രാവിലെ തന്നെ ഇറങ്ങി. ഒരു 12:30 ടൈം കിട്ടിയത്. അങ്ങനെ തിരക്കൊന്നുമില്ല, പെട്ടെന്ന് തന്നെ എല്ലാം പണിയെല്ലാം പെട്ടെന്ന് കഴിഞ്ഞ്. ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. 12:30 ആയതുകൊണ്ടായിരിക്കും പെട്ടെന്ന് എല്ലാ പണിയും കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് മടങ്ങി. വരുമ്പോൾ മോക്ക് BTSൻ്റെ മെക്ഡോണാൾഡ്സിൻ്റെ നഗറ്റ്സ് ഇല്ല, അത് കുറേ ദിവസമായി പറയുന്നു. അപ്പോൾ അത് സർപ്രൈസായിട്ട് വാങ്ങിച്ചു കൊടുത്ത് അവൾ ഭയങ്കര ഹാപ്പിയായി. അതൊക്കെ ഓപ്പൺ ആക്കിയിട്ട് കുറേ നേരം അത് നോക്കിയിരുന്ന് എന്നിട്ട് മെല്ലെ കഴിക്കാൻ തുടങ്ങി. ടേസ്റ്റൊന്നും വലിയ ഡിഫറൻ്റ് ഒന്നുമില്ല. പിന്നെ അവർ ആ ഒരു പേർപ്പിൾ കളറ് പാക്കിങ്ങും ഒക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. ഇത് പിന്നെ ഞാൻ പുറത്ത് വിൻഡോൻ്റെ സൈഡിൽ വെക്കുന്നതാണ് വെള്ളം. ഈ പ്രാവൾ വന്നിട്ട് ഈ ചൂട് സമയത്തുകൊണ്ട് തന്നെ അവർക്ക് വെള്ളം വെച്ച് കൊടുത്താൽ അവർ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് കുടിച്ചോളും. പിന്നെ കുറച്ച് തനയില്ലേ അവരെ ഫുഡ്, അതും വെച്ച് കൊടുക്കലുണ്ട്. ചെടികളൊക്കെ വാടിയിട്ടുണ്ട്, ഇലവരൊക്കെ നല്ലതുപോലെ കുറേ എണ്ണം ഉണങ്ങിപ്പോയിട്ടുണ്ട്. പിന്നെ അലക്കി കഴിഞ്ഞ ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെച്ചു. അതൊക്കെ ആ ഒരു ടൈം തന്നെ പെട്ടെന്ന് ചെയ്ത്, കാരണം പനിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പിറ്റേന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് എല്ലാ പണിയും തീർത്ത്. പക്ഷേ എങ്കിൽ അൽഹംദുലില്ലാഹ് പനിയൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഒരുപാട് പേർക്ക് പനിച്ചിട്ട് 2 ദിവസം കിടന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഹസ്ബൻഡിനും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് ചിക്കൻ രാവിലെ വെള്ളത്തിലിട്ടതാണ്. ഐസൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ചിക്കനായിരുന്നു, അതുകൊണ്ടാണ് ഇത് ഫുൾ ചിക്കൻ. അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടാണ് വാങ്ങിക്കാറ്. കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ വാങ്ങിക്കൽ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഒരു ചിക്കൻ കറീൻ്റെ റെസിപ്പി കണ്ടപ്പോൾ ഉണ്ടാക്കാൻ തോന്നി. നല്ല അടിപൊളിയായിരുന്നു, ഈസിയാണ്. അതുപോലെ തന്നെ പക്ഷേ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലാണ് അത് വെക്കുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് പിന്നെ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അപ്പോൾ നമ്മുടെ ചിക്കൻ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാം. എന്നിട്ട് കറീൻ്റെ പീസായിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ചിക്കൻ കറി നമ്മൾ റെസ്റ്റോറൻറ്റൊക്കെ പോയി കഴിക്കുന്ന ആ ഒരു ചിക്കൻ കറീൻ്റെ ടേസ്റ്റാണ്. നല്ല രുചിയുണ്ടായിരുന്നു, എല്ലാവർക്കും ഇവിടെ ഇഷ്ടമായി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിനെ ഒരു 20 മിനിറ്റ് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ മൂത്ത മോള് ചെറിയ മോളെ മുടി കെട്ടി കൊടുക്കുകയാണ്. അവൾക്ക് ഇങ്ങനെ മുടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കെട്ടിക്കൊടുക്കൽ ഭയങ്കര ഇഷ്ടമാണ്. അതായത് മൂത്ത മോക്ക് ചെറുപ്പത്തിലേ അവളെ മുടിനെ കൊണ്ട് കളിക്കലാണ് ഇവളെ മൂത്താളെ പരിപാടി. പല സ്റ്റൈലിലും കെട്ടിക്കൊടുക്കൽ അവളൊരു എന്താ പറയുക, അവൾക്ക് ഒരു ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഇവളിങ്ങനെ കെട്ടിക്കൊടുക്കും. പക്ഷേ ചെറിയ ആൾ എന്താ ചോദിച്ചാൽ 5 മിനിറ്റ് വെക്കും, എന്നിട്ടെല്ലാം അഴിച്ചിടും. അപ്പോൾ ഇത് കെട്ടിക്കൊടുത്ത് ഇപ്പം ചിരിക്കും. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ അത് കാണൂല. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ മാരിനേറ്റ് ആയിട്ടുണ്ട്. അത് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാന്ന് വെച്ചാൽ 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടത്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതായത് നമുക്ക് ആ ഒരു ചിക്കൻ്റെ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്, ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് തിരിച്ച് മറിച്ച് വിട്ടിട്ട് 1 മിനിറ്റോളം ഒന്ന് ഇങ്ങനെ ചെയ്യുക. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാ നോർമൽ റൂം ടെമ്പറേച്ചറുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, ചൂടുവെള്ളം വേണമെന്നില്ല. ഇനി ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കവർ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് തന്നെ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം ഇതൊന്ന് തിളപ്പിക്കുക. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഈ ഒരു ടൈമിൽ നമുക്ക് ഉള്ളി തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെക്കാം. ഞാനിപ്പോൾ ഒരു 6 മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. വലിയ ഉള്ളിയാണെങ്കിൽ ഒരു 5 എണ്ണമൊക്കെ മതി. അപ്പോൾ ഉള്ളി നല്ല കറിക്കൊക്കെ അരിയുമ്പോൾ തന്നെ തിന്നായിട്ട് അരിയുക. ഉള്ളി എന്തായാലും ഇതിന് കൂടുതൽ വേണം, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഗ്രേവി കൂടുതൽ കിട്ടൂ. കുറച്ച് ഉള്ളിയാകുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റും കിട്ടില്ല, പിന്നെ ഗ്രേവിയും കുറഞ്ഞിരിക്കും. അപ്പോൾ ഉള്ളി ആവശ്യത്തിന് ഒരു 5-6 എണ്ണം എടുക്കാൻ ശ്രദ്ധിക്കണേ.
അപ്പോൾ ഇത് ഉള്ളിയെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ്റെ സ്റ്റോക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത്രയും സ്റ്റോക്ക് ഉണ്ട്, അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ചെറിയ തീയിൽ തന്നെ തിളപ്പിക്കണേ, അല്ലെങ്കിൽ ഇത് ഗ്രേവി ഫുള്ളായിട്ട് അങ്ങ് വറ്റിപ്പോവും. ഒരു ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. അപ്പോൾ ഇപ്പോഴും നമ്മുടെ ചിക്കൻ ഫുള്ളായിട്ട് അങ്ങ് കുക്കായിട്ടില്ലേ. 1 മിനിറ്റൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ളൂ, പിന്നെ ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതുമാണ്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ഇവിടെ റെഡിയാണ്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ ചിക്കനിലേക്ക് ഒരു 2-3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഒഴിച്ചു കൊടുക്കേ. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞ് വരുന്നവരൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ആ ഒരു കളറൊന്ന് ചേഞ്ച് ആകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പ്, ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്നിനെ ഒന്ന് അടച്ച് വെക്കുക, എന്നാൽ പെട്ടെന്ന് അത് സോഫ്റ്റായി കിട്ടും. തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളി ഇതാ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് തീ കൂട്ടി വെച്ചിട്ട് നല്ല ബ്രൗൺ കളർ ആകുന്നവരൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 വലിയ തക്കാളി ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ. 3 വലിയ തക്കാളി തന്നെ എടുക്കണം. ഇനി പുളിയുള്ള തക്കാളിയാണെങ്കിൽ 2 വലിയ തക്കാളി മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയാണ്. ഇതിനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. ഞാൻ ഒരു വലിയൊരു വെളുത്തുള്ളി തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു 2 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി തൊലി കളയാനായിരിക്കും എല്ലാവർക്കും ഒരു മടിയല്ലേ. നാട്ടിലെ ആ കുഞ്ഞ് വെളുത്തുള്ളിയാണെങ്കിൽ ഭയങ്കര മടിയായിരിക്കും തൊലി കളയാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നെറ്റിലൊക്കെ കാണുന്നില്ലേ, വെളുത്തുള്ളി തൊലി കളയാൻ വേണ്ടിയിട്ട് ബോട്ടിലിട്ടിട്ട് ഷെയ്ക്ക് ചെയ്യലും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ വെളുത്തുള്ളി, ഈ വലിയ വെളുത്തുള്ളിയൊക്കെ പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കുക. ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു മുഴുവൻ വെളുത്തുള്ളിയും തൊലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ഓഫറുള്ള ടൈമൊക്കെ ആണെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുറേ വാങ്ങിയിട്ട് അത് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞു വെക്കും. എന്നിട്ട് പേസ്റ്റ് ആക്കിയിട്ട് മറ്റേ ഐസ് ട്രേയിലൊക്കെ വെച്ചിട്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിന് എടുക്കാൻ പറ്റും. അങ്ങനെയും ചെയ്യുന്നവരുണ്ട്, ഞാനും അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഈ ഒരു പണി ചെറിയ മോൾക്കും കൊടുക്കാറുണ്ട്. ചെറിയ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ. വലിയ വെളുത്തുള്ളിയല്ലേ, പെട്ടെന്ന് അവൾക്കും എളുപ്പത്തിൽ ഈസിയായിട്ട് ഇതുപോലെ തൊലിച്ചെടുക്കാൻ കഴിയും. അവളും ചെയ്തു തരാറുണ്ട്. ഇനിയിപ്പം അവളെ വിളിക്കാനൊന്നും ടൈം കിട്ടിയില്ല, ഞാൻ തന്നെ പെട്ടെന്ന് ചെയ്യുകയാണ്. ഇതുപോലെ കുട്ടികൾക്കൊക്കെ ചെറിയ ചെറിയ പണി ഇതുപോലെ കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഒരു ഇഷ്ടമായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് പണി പെട്ടെന്ന് തീർന്നു കിട്ടും. അപ്പോൾ ഇന്നും മോളെ വിളിക്കാനും നിന്നില്ല, പെട്ടെന്ന് തന്നെ ഞാൻ തന്നെ എല്ലാം ചെയ്ത്. അവളെ വിളിച്ചാൽ പിന്നെ അവൾക്കുള്ള ഒരു കത്തിയുണ്ട്, അതായത് ഇത്രയും മൂർച്ചയുള്ള കത്തിയൊന്നും കൊടുക്കില്ല, മൂർച്ച കുറവുള്ള കത്തിയാണ് കൊടുക്കല്. അപ്പോൾ അത് കൊടുത്ത് അതിനെക്കൊണ്ട് അവളിങ്ങനെ കളിച്ചിട്ടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങനെ ടൈം പോവും. അപ്പോൾ അവളെ വിളിച്ചാൽ കുറച്ച് ടൈം എടുക്കും കറിയൊക്കെ ഉണ്ടാക്കി എടുക്കുമ്പോൾ. അതുകൊണ്ട് ഇന്ന് അവളെ വിളിക്കാനും നിന്നിട്ടില്ല. അപ്പോൾ ഇതാ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞു. ഇനി ഇഞ്ചി നമുക്ക് തൊലി എത്തിയിട്ട് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി നല്ലതുപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത്രയും മതി. നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ക്രഷ് ചെയ്ത് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ആ ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ടൈം ഇതുപോലെ ഇളക്കിയിട്ട് ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ തക്കാളി പെട്ടെന്ന് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ടൈം കണ്ടില്ലേ, ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോഴും നല്ല സൂര്യപ്രകാശമൊക്കെ കാണുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? നല്ല വെളിച്ചമാണ് ഇപ്പോഴും. അവൾ ഇതിൻ്റെ ആ മിററിൽ സൂര്യപ്രകാശം അടിച്ചിട്ടുണ്ടാകുന്ന റെയിൻബോനെ കൊണ്ട് കളിക്കുകയാണ് മോള്. അപ്പം 1 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തക്കാളി എന്തായി നോക്കാം. കണ്ടില്ലേ, നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിനി പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടിക്കോളും.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളി നല്ലതുപോലെ സോഫ്റ്റ് ആയതിന് ശേഷം നമുക്ക് നമ്മുടെ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഈ മസാലപ്പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് ആ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ ആ കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം ചിക്കൻ പീസസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഓൾറെഡി കുക്കായതാണ്. അപ്പോൾ ഇനി നമുക്കിത് ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മസാലകളൊക്കെ ഒന്ന് ഇതിലേക്ക് കവർ ചെയ്യുന്ന വിധത്തിൽ നന്നായിട്ട് ചിക്കൻ പൊട്ടിപ്പോവാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ചിക്കൻ സ്റ്റോക്കില്ലേ, നമ്മൾ മാറ്റി വെച്ച ചിക്കൻ സ്റ്റോക്ക് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ചെറിയൊരു ചൂടുണ്ട്, ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് പച്ചമുളകും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്യാതെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. പച്ചമുളക് ചേർക്കുന്നതൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന ഈ ഒരു പ്രഷർ കുക്കറിലാണ്. 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ ഒരു കുക്കർ കണ്ടിട്ട് എങ്ങനെ ഇതിൽ കുക്ക് ചെയ്യുന്നതെന്ന്. അതായത് ചോറൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, വെന്ത് ഉടഞ്ഞു പോവില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നുമല്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ നോർമൽ പ്രഷർ കുക്കറിൽ വിസിൽ സൗണ്ട് ഉണ്ടാക്കും, പക്ഷേ ഇതിന് സൗണ്ട് ഉണ്ടാവില്ല. ആ ഒരു ഡിഫറൻറ്റേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം പ്രഷർ കുക്കറുള്ള പോലെ തന്നെ. ഇതിപ്പോൾ tefal ബ്രാൻഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതുപോലെ തന്നെ ഇതൊരു 5 വർഷത്തോളമായി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, നല്ല ഈസി ആയിട്ട് എല്ലാം ഉണ്ടാക്കാൻ പറ്റും. ഞാനിതൊരു ഓഫറുള്ളപ്പോൾ വാങ്ങിച്ചതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ പ്രഷർ കുക്കറിൽ ഗീ, നമ്മൾ സാധാ നെയ്ച്ചോറൊക്കെ ചെയ്യും പോലെ തന്നെ ഗീ ഒഴിച്ചു കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 2 കപ്പ് റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ ഗീയും പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കും. വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഹോൾ ഗരം മസാല ചേർത്ത് കൊടുക്കുക. അതായത് പട്ട, ഗ്രാമ്പു, ഏലക്കായ, പിന്നെ ഒരു ഉള്ളിയുടെ പകുതിയും കൂടി അരിഞ്ഞു കൊടുക്കുക. ഉള്ളി ഒന്ന് വഴറ്റിയിട്ട് അതൊന്ന് സോഫ്റ്റ് ആകുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിയുടെ കളറ് മാറരുത്. ഉള്ളിയുടെ കളറ് മാറിയാൽ നമ്മുടെ ചോറിന് വെള്ള നിറം ഉണ്ടാവില്ല എന്നാണ് പറയാറ്. അപ്പോൾ ഉള്ളിയുടെ കളറ് മാറുന്നതിന് മുൻപ് തന്നെ പെട്ടെന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ 2 കപ്പിന് 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു കപ്പിലാണ് ഞാൻ അരി അളന്നിട്ടുള്ളത്. അപ്പോൾ അതേ അളവിൽ തന്നെ അതേ കപ്പിൽ തന്നെ വെള്ളം എടുക്കുക. അപ്പോൾ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. കഴുകിയിട്ട് 3-4 പ്രാവശ്യം കഴുകി എന്നിട്ട് നമുക്ക് ഈ അരി ഡയറക്റ്റ് വെള്ളത്തിലിട്ട് കൊടുക്കാം. ഇനി ബസ്മതി റൈസ് എടുക്കുന്നുണ്ടെങ്കിൽ 1.5 കപ്പിന് പകരം 1.25 കപ്പ് വെള്ളം എടുക്കണേ. അപ്പം നമ്മുടെ അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട്, ഇത് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്കിത് കവർ ചെയ്യാം. അരി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഇനി നമുക്കിത് കവർ ചെയ്യാം. കവർ ചെയ്തിട്ട് ഈ ഒരു ലോക്ക്, 2 ലോക്കുണ്ട് ഇതിന്. വെജിറ്റബിളും കുക്ക് ചെയ്യുന്ന ലോക്കും അതുപോലെ ചിക്കനും മീറ്റൊക്കെ കുക്ക് ചെയ്യുന്ന ഒരു ലോക്കും. അപ്പോൾ ആ 2 ലോക്കും ഒന്നിച്ച് തന്നെ ലോക്ക് ചെയ്തിട്ട് മീഡിയം ലോ ഫ്ലെയിമിൽ അത് അവിടെ വെക്കാം, ആ എയർ വരുന്നവരെ. അപ്പോൾ ഈ ഒരു ടൈമിൽ കണ്ടില്ലേ, ഒരു 2 മിനിറ്റ് അത്രേ ആയിട്ടുണ്ടാവും. നമ്മുടെ ചിക്കൻ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് കറി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. കറി ഇവിടെ റെഡിയായി. ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഇതിൻ്റെ മുകളിലൂടെ ആവി പുറത്തേക്ക് വരുന്നത്. ഇതിനി 1 മിനിറ്റ് ഈ ആവി പുറത്തേക്ക് വരണം. തീ കണ്ടില്ലേ, മീഡിയം ലോ ഫ്ലെയിമിലാണെന്നുള്ളത്. ഫുൾ ഫ്ലെയിമിൽ വെക്കരുത്.
അപ്പോൾ 1 മിനിറ്റ് ശേഷം നമ്മുടെ തീ ഓഫ് ചെയ്തു. ഇനി ഇത് ഇതുപോലെ തന്നെ വെക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് ഓപ്പൺ ആക്കാം. ഈ ലോക്ക് 2 ലോക്ക് ഓപ്പൺ ആക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ റൈസ് റെഡി. വെന്ത് ഉടഞ്ഞു പോകുന്നില്ല, നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും. ഫസ്റ്റ് ടൈമൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ ഓക്കെ ആയിക്കോളും. അപ്പോൾ നോർമൽ പ്രഷർ കുക്കറിലാണ് വെക്കുന്നുണ്ടെങ്കിൽ 1 വിസിൽ വന്നിട്ട് രണ്ടാമത്തെ വിസിൽ വരുന്നതിന് മുന്നേ തീ ഓഫ് ചെയ്യലാണ് നമ്മൾ ചെയ്യാറല്ലേ. പക്ഷേ ഇതിന് വിസിലില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആവി പുറത്തേക്ക് വരുമ്പോൾ 1 മിനിറ്റ് ഒന്ന് ആവി പുറത്തേക്ക് വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്ന് നോക്കിയാൽ നല്ല കറക്റ്റ് പാകത്തിന് റൈസ് കിട്ടും. അതുപോലെ തന്നെ കറിയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ ഇടയ്ക്ക് കാണിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.